കാനം കൊടുങ്ങല്ലൂർ മണ്ഡലം ഒരു കുടുംബ സംഗമത്തിനും പഠന ക്യാമ്പിനും ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. അല്ലാഹു തആല ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും ഇത് ഖബൂൽ ചെയ്യട്ടെ എന്ന് ആദ്യമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അടുക്കലേക്കുള്ള യാത്രയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നാം പ്രത്യേകം ഓർക്കേണ്ടുന്ന പാരത്രിക ലോകത്തെ ജീവിതത്തിലേക്ക് എന്ത് സമ്പാദിച്ചു എന്ന ചിന്ത നമ്മിലുണ്ടാകുമ്പോൾ ഫൽതൻദുറു നഫ്സും മാ ഖദ്ദമത് ലിഗദ്, എന്താണ് നാളത്തേക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചത് എന്ന ചോദ്യത്തിൻ്റെ മുന്നിൽ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന അമലുകളാണ് ഇതൊക്കെ. എല്ലാം നശിക്കുമല്ലോ, നമുക്കറിയാം. ഇദാ മതൽ ഇൻസാനു ഇൻഖതഅ അമലുഹു, ഒരു മനുഷ്യൻ മരിക്കുന്നതോടുകൂടെ അവൻ്റെ എല്ലാം കഴിയാണ്. അതുവരെ ഉണ്ടായിരുന്ന പ്രൗഢിയും പ്രതാപവും സമ്പത്തും വിദ്യാഭ്യാസവും എല്ലാം മുറിഞ്ഞു പോവാണ്. ഇല്ലാ മിൻ സലാത്ത്, മൂന്നെണ്ണം ബാക്കിയാവുന്നു. അതൊന്ന് സദഖത്തുൻ ജാരിയ, എന്നെന്നും നിലനിൽക്കുന്ന സദഖയാണ്. ഈ പള്ളിയുടെ നിർമ്മാണത്തെക്കുറിച്ചും അതിന് സ്ഥലം നൽകിയ വ്യക്തിയെക്കുറിച്ചൊക്കെ ബഹുമാന്യനായ ഇബ്രാഹിം കുട്ടി മൗലവി ഹഫിളഹുല്ലാ അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി. അല്ലാഹു തആല ഇനിയും മുന്നോട്ട് നമ്മയൊക്കെ നയിക്കുന്നതിലും തൗഹീദി രംഗത്ത് മുന്നിൽ നിന്ന് പ്രവർത്തിക്കാനും ആഫിയത്തും ഇസ്സത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അതൊരു വലിയ പുണ്യമാണ്, ജാരിയായ സദഖ. ഇന്ന് ഇത് നൽകിയ വ്യക്തി മരണപ്പെട്ടിട്ടുണ്ട്, അല്ലേ? ജീവിച്ചിരിപ്പുണ്ട്, അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല ചില പ്രയാസങ്ങളിലാണ് അദ്ദേഹം എന്ന് അറിയാൻ കഴിഞ്ഞു. അല്ലാഹു തആല അദ്ദേഹത്തിന് സമാധാനം നൽകുമാറാകട്ടെ. ഒരു വലിയ പുണ്യമാണത്. ഈ നടക്കുന്ന ക്ലാസ്, ഇവിടെ നടക്കുന്ന നമസ്കാരം, ഇവിടെ നടക്കുന്ന സുജൂദുകള്, സൽപ്രവർത്തനങ്ങള്, അതിൻ്റെയൊക്കെ ഒരു ഓഹരി അവരിലേക്ക് കിട്ടും. അത് ദുനിയാവിലും കിട്ടും, പാരത്രിക ലോകത്തും. അതാണ് മുറിയാത്തത് സദഖത്തുൻ ജാരിയ. ഉപകാരപ്രദമായ വിജ്ഞാനം, അതിന്റെ സദസ്സാണ് ഈ വിജ്ഞാന സദസ്സ്. മൂന്നാമത് പറഞ്ഞത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനങ്ങൾ. ബാക്കിയെല്ലാം അതോടുകൂടി അവസാനിക്കുകയാണ്. ഈ വിജ്ഞാന സദസ്സിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മിൽ ഉണ്ടാവേണ്ട ചിന്തയും അതാണ്. മൻ സലക ത്വരീഖൻ യൽതമിസു ബിഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ഒരാള് ഇന്നൊരു ആഴ്ചയിൽ ഒരു ഞായറാഴ്ച കിട്ടുമ്പോൾ പലർക്കും പല തിരക്കുണ്ടാവും. ആ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് റബ്ബിന്റെ ഭവനത്തിലേക്ക്, ഇൽമിന്റെ മജ്ലിസിലേക്ക് നിങ്ങൾ വന്നില്ലേ? ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം മുതൽ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അല്ലാഹു തആല നിങ്ങൾക്ക് എളുപ്പമാക്കിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ച് നിങ്ങൾ വീട്ടിലേക്ക് എത്തും, ഒരു ഉറപ്പില്ല. നമ്മുടെ നാടിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന ഒരു ഉറപ്പും നമുക്കില്ല. പക്ഷേ അതിന്റെ മുന്നേ അണുമണി തൂക്കം നന്മ ചെയ്യാനാണ് അവസരം കിട്ടിയതെങ്കിൽ അത് ചെയ്യാൻ നമ്മൾ തുനിഞ്ഞാൽ അത് കൃത്യമായി കാണുന്ന ഒരു ലോകമുണ്ട് നമുക്കെന്ന ബോധ്യം നമുക്കുണ്ടാവണം. അതല്ല ആ റബ്ബ് തആല തന്ന ഒഴിവ് ദിവസത്തിലും ഒഴിവ് സമയത്തിലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിലേക്കാണോ നമ്മൾ തിരിച്ചു പോകുന്നതെങ്കിൽ തിന്മയാണെങ്കിൽ അതും കാണുന്നൊരു ലോകമുണ്ട്. ആ നന്മയുടെ വാക്താക്കളായ റബ്ബ് തആല നമ്മെ തെരഞ്ഞെടുക്കുകയും റബ്ബിന്റെ ഭവനത്തിന്റെ മുന്നിൽ ആ ഇൽമിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം ചെയ്യുകയും ചെയ്തു എന്നതിന്റെ പേരിൽ റബ്ബിനെ സ്തുതിക്കുന്നവരായി നമ്മൾ മാറണം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുവേ, ഈ സ്വർഗത്തിന്റെ വഴിയിലേക്കുള്ള ഈ തൗഹീദിന്റെ മാർഗത്തിലേക്ക് നീ ഞങ്ങളെ ഹിദായത്തിലാക്കിയല്ലോ, സന്മാർഗം നൽകിയല്ലോ റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും. നീ എങ്ങാനും ഞങ്ങളെ സന്മാർഗത്തിലാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ, ഈ മാർഗം നീ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളൊക്കെ എന്തൊക്കെ നേടിയവരായിട്ടും ഒരു കാര്യമില്ല, ഒരു നന്മയും അതുകൊണ്ടുണ്ടാകുമായിരുന്നില്ല. നീ ഞങ്ങളെ സന്മാർഗത്തിലാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഈ ഹിദായത്തിന്റെ മാർഗം, ഈ സ്വർഗീയ പാതയുടെ മഹത്വം
ലഭിക്കുന്നവരായിരുന്നില്ല എന്ന് സ്വർഗാവകാശികൾ പറയുന്ന രംഗം വിശുദ്ധ ഖുർആൻ എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഈ വഴിയിലൂടെ ഞാനിങ്ങനെ വന്നപ്പോ, ഞാനിങ്ങനെ ഒരു 10-20 കൊല്ലത്തേക്ക് ഞാൻ മുംബൈക്കൊന്ന് പോയി. ഞാൻ കുറേ സൈക്കിൾ ചവിട്ടിപ്പോയ വഴിയാണിത്. ഞാനിവിടെ തൊട്ടടുത്ത് ജാമിയയിലായിരുന്നു പഠിച്ചിരുന്നത്. കൊടുങ്ങല്ലൂരിന്റെ മണ്ണിൽ ആദ്യമായി ഞാൻ കാലുകുത്തുന്നത് എടമുക്കിലാണ്. എടമുക്ക് പള്ളിയിലാണ് ജാമിയയിൽ വന്ന് സത്യത്തിൽ ജാമിയയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ എടമുക്ക് ഇവിടെ ഒരു പള്ളിയുണ്ട്, ചെറിയൊരു പള്ളി. ആ പള്ളിയിലെ സേവനവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ വരുന്നത്. ആ എടമുക്കിന്റെ ഈ മഹത്തായ തൗഹീദിന്റെ ഭവനത്തിന്റെ മുന്നിലൂടെ പലപ്പോഴും കയറിയിട്ടുണ്ട്, പോയിട്ടുണ്ട്. ഒന്ന് കയറാൻ തൗഫീഖ് ഉണ്ടായിരുന്നില്ല ആ സമയത്ത് റബ്ബിന്റെ. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ആ ഒരു തൗഹീദിന്റെ മാർഗത്തിലേക്ക് വഴി നടത്തിയത് ഞാൻ ഓർക്കുകയാണ്. ഈ കുറെ വർഷങ്ങൾക്ക് മുമ്പാണിത്. നിർഭയത്വമുള്ള വിശ്വാസം എന്നുള്ളതാണ് ഞാൻ അവതരിപ്പിക്കേണ്ട വിഷയം. വല്ലാത്തൊരു നിർഭയത്വം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ബഹുമാനനായ ഇവിടെ ഇബ്രാഹിം കുട്ടി മൗലവി പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞല്ലോ, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. ആയത്ത് അദ്ദേഹം ഓതിയോ എന്ന് എനിക്കറിയില്ല. ഈമാനുള്ളവരുടെ മഹത്വം എടുത്തു പറയുന്നത് അല്ലാഹു തആല അല്ലദീന ആമനു, അവർക്ക് ഈമാനുണ്ട്, വിശ്വാസം അവർ സ്വീകരിച്ചു. ആ സ്വീകരിച്ചതോടൊപ്പം വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, ആ ഈമാനിൽ ഒരിക്കൽ പോലും ദുൽമ് കലരാതെ ആ ഈമാനിനെ കൃത്യമായി അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത, അല്ലാഹുവേ നീ തന്നതിനെ തടയാനും നീ തടഞ്ഞതിനെ തരാനും ലോകത്തൊരു ശക്തിക്കും കഴിയില്ല റബ്ബേ. അതുകൊണ്ട് തന്നെ എന്താണോ നീ തീരുമാനിച്ചത് അതാണ് എനിക്ക് ലഭിക്കുക. കുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ. ഖുൽ നബിയെ താങ്കൾ പറയണം, പ്രഖ്യാപിക്കണം, ലൻ യുസീബനാ, എനിക്കൊരു മുസീബത്തും സംഭവിക്കുകയില്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ, എനിക്ക് എന്റെ റബ്ബ് എന്താണോ തീരുമാനിച്ചത് അതിനപ്പുറത്തേക്ക്. ഹുവ മൗലാന, അവനാണ് ഞങ്ങളുടെ മൗലാന, ആ റബ്ബാണ് ഞങ്ങളുടെ മൗല. സഹോദരിമാര് ധാരാളമുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, എടമുക്ക് പള്ളിയില് അന്ന് ഉസ്താദ് ഉണ്ടായിരുന്നു. ഒരു ഉസ്താദ്, അദ്ദേഹത്തിന്റെ പേരൊന്നും പറയുന്നില്ല, ഞാൻ വ്യക്തിപരമായ ഒന്നിലേക്കും ഞാൻ പോകുന്നില്ല. ആ ഉസ്താദിനെ കാണാൻ വേണ്ടി സഹോദരിമാർ ദീർഘമായ ക്യൂ ആയിരുന്നു. അദ്ദേഹം സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീന്റെ പ്രസിഡന്റും, അന്ന് സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ കൊടുങ്ങല്ലൂർ മേഖലയുടെ പ്രസിഡന്റ് അദ്ദേഹവും ജനറൽ സെക്രട്ടറി ഞാനുമായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ആ ഒരു അവസ്ഥ ഞാനൊക്കെ ഇങ്ങനെ നേർക്കുനേരെ കണ്ടിട്ടുണ്ട്. സഹോദരിമാര് അവർക്ക് നിർഭയത്വമില്ല, അവർ വേജാറിലും വെപ്രാളത്തിലുമാണ്. സമാധാനത്തിന് വേണ്ടി അവര് വന്ന് ക്യൂ നിൽക്കുകയാണ്. ബഹുമാനിയായ സഫിയത്ത പറഞ്ഞല്ലോ, എന്റെ സഹോദരിമാരെ, സഫിയത്തയുടെ ആ വാക്കിനെ നിങ്ങൾ ഗൗരവത്തിൽ കാണണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ച, പ്രതിജ്ഞ ചൊല്ലിയ, ഷഹാദത്ത് കലിമയുടെ അർത്ഥം മനസ്സിലാക്കി നാവുകൊണ്ട് ഉച്ചരിച്ച് 5-10 കൊല്ലം മദ്രസയിൽ പോയി പഠിച്ച സഹോദരിമാരുടെ വീടിന്റെ അവസ്ഥയാണ്. ഉച്ചയ്ക്ക് 12 മണിക്ക് പോലും അത് കൊതുക് തിരിക്ക് വേണ്ടിയിട്ട്, കൊതുകിനെ കൊല്ലാൻ വേണ്ടി കത്തിച്ചു വെച്ച തിരിയായിരുന്നില്ല അത്. മറിച്ച് അവരുടെ വിശ്വാസം അതെന്തോ പ്രത്യേകമായ ഒരു മഹത്വം കൽപ്പിച്ചുകൊണ്ട് ആ നട്ടുച്ചക്ക് പോലും ഈ നിലവിളക്കും കൊതുക് തിരിയും അല്ലെങ്കിൽ ചന്ദനത്തിരിയും അവർ കത്തിച്ചു വെക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം അവരുടെ പ്രശ്ന പ്രതിസന്ധി പ്രയാസങ്ങളിൽ നിന്ന് കാക്കാൻ ഏതോ മഹാൻ പറഞ്ഞു കൊടുത്ത മരുന്നായിരിക്കും അത്. അവർ നമസ്കാരത്തിന് ശേഷം അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത എന്ന് പറഞ്ഞ സഹോദരിമാരാണ്. പക്ഷേ അവർക്ക് നിർഭയത്വം നഷ്ടപ്പെടുന്നു. അവർ മറ്റു പലതിൽ നിന്നും പേടിയുള്ളവരായി ജീവിക്കുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ പൊന്നു കൊച്ചാപ്പയുടെ മകനാകുന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനെ അടുത്തേക്ക് വിളിച്ചു പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, യാ ഉലാം, കുഞ്ഞുമോനെ, ഇഹ്ഫളില്ലാഹ യഹ്ഫളുക്. ആരാണ്? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എളാപ്പാന്റെ മോനാണ്. നബിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ചെറിയ കുട്ടിയാണ്. കുഞ്ഞുമോനെ, അള്ളാനെ മാത്രം സൂക്ഷിക്കണം നീ. അള്ളാഹുവിനെ നീ സൂക്ഷിച്ചാൽ അള്ളാഹ് നിന്നെ സംരക്ഷിച്ചു കൊള്ളും. അള്ളാഹിന്റെ നിയമങ്ങളും അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് നീ മുന്നോട്ട് പോയാൽ അള്ളാഹുവിന്റെ കാവലും അള്ളാഹുവിന്റെ സംരക്ഷണവും നിനക്കുണ്ടാവും.
ലബിജ്തമഅത്തിൽ ഉമ്മത്തു അലാ അൻ യൻഫഉക ശൈഅൻ ലൻ യൻഫഉക ശൈഅൻ ഇല്ലാ ഖദ് കതബഹു അല്ലാഹു ലക. ലോകം മുഴുവൻ ഒരുമിച്ച് കൂടുന്നു നിനക്കെതിരെ, നിനക്ക് വേണ്ടിയിട്ട് ഒരു നന്മ ചെയ്യാൻ. ലോകത്ത് വേറെയുള്ള ഈ നിന്റെ നാട്ടുകാരും മഹല്ലേരും ആളൊന്നുമല്ല, ലോകത്തുള്ള മുഴുവൻ ഉമ്മത്തും ഒരുമിച്ച് കൂടും നിനക്ക് വേണ്ടിയിട്ട്. ലൻ യൻഫഉക ശൈഅൻ ഇല്ലാ ഖദ് കതബഹു അല്ലാഹു ലക. ലോകം മുഴുവൻ ഒരുമിച്ച് കൂടിയാലും അല്ലാഹ് തീരുമാനിച്ചിട്ടില്ലേ, ഇല്ലാ മാ കതബല്ലാഹു ലനാ. നിങ്ങൾ കേട്ടല്ലോ, ഒരാൾക്കും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. സഹോദരിമാരെ, നിങ്ങൾ ഗോദയിലേക്ക് ഇറങ്ങണം. നിങ്ങൾക്ക് റബ്ബ് തന്ന ഈ യൗവനത്തിനും ആരോഗ്യത്തിനും ആയുസ്സിനും അർത്ഥമുണ്ടാവണം. ഐക്യസംഘം പിറവിയെടുത്ത നവോത്ഥാനത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതിന്റെ പേരിൽ അഭിമാനം കൊണ്ട ചരിത്രങ്ങളാണ് നിങ്ങൾ ഇവിടെ കേട്ടത്. ഇല്ല, ഇനി ഒരു മണപ്പാടൻ തിരിച്ചു വരാനില്ല. ഇനിയും അബ്ദുറഹ്മാൻ ഹാജികളും കുഞ്ഞു മുഹമ്മദ് ഹാജികളും ഇല്ല. പ്രായാധിക്യം വന്ന ഈ കെ പോലുള്ളവരുടെ സംസാരങ്ങളും നിങ്ങൾ കേട്ടു. നമ്മുടെ കൈവെള്ളയിലാണ് റബ്ബ് തആല ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു തന്നിട്ടുള്ളത്. നാളെ എടമുക്ക് മഹല്ലിലും കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലുമുള്ള നമ്മുടെ കൂട്ടുകാരികൾ, നമ്മുടെ കൂട്ടുകാരന്മാർ, നാം അവരോട് രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്, നാം അവരോട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കൂട്ടുപിടിച്ചിട്ടുണ്ട്. ചാരിറ്റി രംഗത്ത് നാം അവരോട് കൂടെ തോളോട് തോളത്ത് നിന്നിട്ടുണ്ട്. സാമൂഹിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും അവരോടൊപ്പം നമ്മൾ ഉണ്ടായിട്ടുണ്ട്. നാളെ റബ്ബിന്റെ മുന്നിൽ വന്ന് നമ്മുടെ നെഞ്ചിലേക്ക് അവർ വിരൽ ചൂണ്ടിയിട്ട് പറയും, റബ്ബേ, ഇവനെല്ലാത്തിനും എന്റെ കൂടെ ഉണ്ടായിരുന്നവനാണ്, ഇവൻ എന്റെ കൊച്ചാപ്പയുടെ മകനാണ്, ഇവൻ എന്റെ അമ്മായിയുടെ കൊച്ചുമോനാണ്, ഇവളെന്റെ നാത്തൂനാണ്, ഇവളെന്റെ മൂത്തച്ചിയാണ്, ഇവളെന്റെ ഇളയച്ചിയാണ്. അവള് പോകാറുണ്ടായിരുന്നു ഒരു ഖുർആൻ ക്ലാസ്സിന്, അവള് പോകാറുണ്ടായിരുന്നു കുടുംബ സംഗമത്തിന്. പക്ഷെ ഇന്നേ വരെ അവൾ എന്നെ ക്ഷണിച്ചില്ല. ഞങ്ങൾ പലതും ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ പറയപ്പെടുന്ന നാത്തൂനും മൂത്തച്ഛനും മൂത്തച്ചിയും ജ്യേഷ്ഠനും അനിയനും ഒക്കെ നമ്മുടെ നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് നാളെ റബ്ബിന്റെ മുന്നിൽ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൻ ലക മിൻ ഹുമരിൻ നിഅം. നീ മുഖേന ഒരാൾ സന്മാർഗത്തിലേക്ക് വന്നാൽ, പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയായിരുന്നു ആ ഇത്ത പറഞ്ഞത്. പോയിരുന്നത് പോവണ്ട എന്നല്ല, പോകണം. നമ്മുടെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്, ഒരു സംശയവും വേണ്ട. അതോടൊപ്പം അതിനേക്കാൾ വലുത്, ഒരു ബൈക്ക് ഇങ്ങനെ പോകുമ്പോ ആ പോകുന്ന ബൈക്ക് എങ്ങാനും സ്റ്റാൻഡ് തട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ കണ്ടാൽ നമ്മൾ പൊയ്ക്കോട്ടെ എന്ന് വെക്കാറുണ്ടോ? ഉണ്ടോ? നമ്മള് ഇല്ല. നമ്മൾ വിളിച്ചു വരുത്തിയിട്ട് പറയും, ആ സ്റ്റാൻഡ് തട്ടണം മോനെ. തൊട്ടപ്പുറത്തുള്ള ഒരു കുഴിയിലെങ്ങാനും ആ ബൈക്കുകാരൻ ചെന്ന് ചാടിയിട്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന പേടിയാണ്. നമ്മുടെ അയൽവാസിയും നമ്മുടെ കൂടെയുള്ളവരും അതിനേക്കാൾ വലിയ നരകത്തിന്റെ ഗർത്തത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നാം ഇത് കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുകയാണെങ്കിൽ നമ്മളെക്കാൾ വലിയ നന്ദി കെട്ടവന്മാരാരാണ്? സ്നേഹമില്ലാത്തവരാരാണ്? ഇവരൊക്കെ നാളെ റബ്ബിന്റെ മുന്നിൽ നമുക്കെതിരെയല്ലേ പറയുക? മറ്റു പലതിനും അവരോട് പറഞ്ഞെങ്കിൽ ഇത് മാത്രം പറയുന്നിടത്ത് എന്താണ് നമുക്ക് പ്രയാസം? ഈ നിർഭയത്വമുള്ള വിശ്വാസത്തിന്റെ ഉടമകളായി റബ്ബ് നമ്മെ മാറ്റിയെങ്കിൽ അത് പറയൽ നമ്മുടെ ബാധ്യതയാണ്. എന്നാണ് മറ്റൊരു റിപ്പോർട്ടിലുള്ളത്. ദുനിയാവും അതിലുള്ള സകല വസ്തുക്കളെക്കാളും ഖൈറ്, നീ സമ്പാദിച്ചു കൂടുന്ന സമ്പാദ്യങ്ങളെക്കാൾ അപ്പുറം മുഴുവനും ഒരു നന്മക്ക് നീ ഒന്ന് നിമിത്തമായാൽ മതി, അതിന്റെ പ്രതിഫലം ചെറുതല്ല. ഇന്നലെ എൻ്റെ നാട്ടിൽ 2 പ്രോഗ്രാം നടന്നു. ആ നാടും നാടിന്റെ പരിസരത്തും മുഴുവനും പോസ്റ്റർ ഒട്ടിച്ചിട്ടുള്ള ഒരു ഗംഭീര പ്രോഗ്രാം ആയിരുന്നു എന്ന് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. ഞങ്ങളൊക്കെ എടപ്പാള് അങ്ങാടി ആകെ വീർപ്പ് മുട്ടുമെന്നാണ് ഞങ്ങൾ കരുതിയത്. എല്ലായിടത്തും പോസ്റ്റർ ആയിരുന്നു. അഹ്സനി ഉസ്താദ് എടപ്പാളിൽ, ഇതായിരുന്നു പോസ്റ്റർ. ഈ മുദബ്ബിറുൽ ആലമിന്റെ നൗഷാദ് അഹ്സനി, നേരത്തെ ഞാൻ വരുമ്പോൾ ബഹുമാനായ ഹസീബ് മദനി അദ്ദേഹത്തിന്റെ വിഷയം സംസാരിച്ചിരുന്നു. ഇന്നലത്തെ പോസ്റ്റർ അതായിരുന്നു. 4 മണിക്ക് തുടങ്ങി പരിപാടി 5 മണിയായി 6 മണിയായി. അവര് കുറച്ചൊരു 4, 3, 7 കുറച്ച് ആൾക്കാർ മുന്നിലുണ്ടായിരുന്നു. സദസ്സിൽ ഓലേക്കാട്ടിയും കൂടുതൽ സ്റ്റേജിലുണ്ടായിരുന്നു. അതേ സമയത്ത്
ഏകദേശം 1 വർഷത്തോളമാകുന്നുള്ളൂ. കുറ്റിപ്പുറത്തിൻ്റെ എടപ്പാളിൻ്റെ ഇടയിൽ, എടപ്പാളിൽ നിന്ന് 4 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഞങ്ങളുടെ നാട്ടിലൊരു പള്ളി വന്നിട്ടുണ്ട്, ദാറുൽ തഖ്വ. അല്ലാഹു തആല നിലനിർത്തി തരുമാറാകട്ടെ. 1 വർഷമേ ആകുന്നുള്ളൂ. ഞങ്ങൾ ഇന്നലെ അവിടെ ഒരു ക്ലാസ് നടത്തി. സഹോദരന്മാർക്കും സഹോദരികൾക്കൊക്കെ ഉള്ള മരണവും മരണാനന്തര കർമ്മങ്ങളും. ഈ പരിപാടി തീരുമാനിച്ച് ഒരു നോട്ടീസ് പോലും ഞങ്ങൾ അടിച്ചിട്ടില്ല, ഒരു പോസ്റ്റർ പോലും ഞങ്ങൾ അടിച്ചിട്ടില്ല. ഈ മൊബൈലിലുള്ള ഈ ഒരു പോസ്റ്റർ മാത്രം. അതറിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ ഒരു മുസ്ലിയാർ അന്ന് തന്നെ അറിഞ്ഞ ഉടനെ തന്നെ വോയിസ് ഇട്ടു. നമ്മുടെ സഹോദരിമാരെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ദാറുൽ തഖ്വ എന്ന് പറയപ്പെടുന്ന പുത്തൻവാദികളുടെ കേന്ദ്രത്തിൽ നിന്നും ഒരു പരിപാടി നടക്കുന്നുണ്ട്. സഹോദരിമാരെ ഒക്കെ ജാഗ്രത കൊള്ളണം, ആരും പോവരുത്. ആദ്യത്തെ പ്രചരണം ഏറ്റെടുത്ത മൂപ്പരാണ്. ഇന്നലെ നടന്ന പ്രോഗ്രാമാണ്. ഞങ്ങൾ ഏകദേശം ഒരു 150 ആളുകളെ പ്രതീക്ഷിച്ച് ഞങ്ങൾ അവർക്കുള്ള ഭക്ഷണം തീരുമാനിച്ചു. പിന്നെ ഞങ്ങൾക്ക് ഇതൊക്കെ കൂടെ ആയപ്പോൾ ബേജാറായി. നല്ല മഴയും എന്താകും. ഏതായിരുന്നാലും തീരുമാനിച്ചതല്ലേ. 260 ആളുകളാണ് പങ്കെടുത്തത്. അതിൽ 140 സഹോദരിമാരാണ്. ഒരൊറ്റ മുജാഹിദ് ഇല്ലാത്ത സ്ഥലമാണ്. ആനക്ക് ആനന്റെ വലുപ്പറിയില്ല എന്ന് പറയാറുണ്ട് പഴമക്കാര്. നമുക്ക് ഈ ആദർശത്തിന്റെ മഹത്വം അറിഞ്ഞിട്ടില്ല. ഞങ്ങളവിടെ തൊട്ട് അപ്പുറത്താണ്, 3 കിലോമീറ്റർ അപ്പുറമാണ് കുറ്റിപ്പുറം. സാധാരണ സ്ഥലത്തെ പരിപാടി നടക്കുമ്പോൾ പരിസരത്തു നിന്നൊക്കെ വരും. കുറ്റിപ്പുറത്തുനിന്ന് ഒരാൾ പോലും പങ്കെടുത്തിട്ടില്ല. ഞങ്ങൾ അവിടെ ഒന്നും പ്രചരണം നടത്തിയിട്ടില്ല. വെള്ളിയാഴ്ച അതും പറഞ്ഞിട്ടില്ല. കാരണം ഞങ്ങളുടെ ഉദ്ദേശം മരണവും മരണാനന്തര കർമ്മങ്ങളും എങ്ങനെയാവണം. അൽഹംദുലില്ലാഹി അവ്വലൻ വ ആഖിറ. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് നമ്മുടെ ആദർശത്തിന്റെ മഹത്വം ആരുടെ മുന്നിലും വെട്ടിത്തുറന്ന് പറയാൻ പറ്റുന്ന അർപ്പണബോധമുള്ള നിർഭയത്വമുള്ള ഒരു വിശ്വാസം റബ്ബ് തആല നമുക്ക് നൽകി ആദരിച്ചിട്ടുണ്ട്. അതിൽ അഭിമാനമുള്ളവരാവണം നമ്മൾ. അൽ ഈമാനു വത്തൗഹീദു ഇസ്സുൻ ലനാ വശറഫുൻ ലനാ വഫഖ്റുൻ ലനാ. അതായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം. റബ്ബ് തആല നമ്മുടെ കൈവെള്ളയിൽ എത്തിച്ചു തന്ന ഈ തൗഹീദിന്റെ ഹിദായത്തിന്റെ ആദർശം അത് അഭിമാനമാകണം നമുക്ക്, അത് ഇസ്സത്താകണം നമുക്ക്, അത് ഷറഫാകണം നമുക്ക്, അത് നമ്മുടെ പ്രൗഢിയാകണം. അതുണ്ടാകുമ്പോഴാണ് മറ്റൊരാൾക്കും കൂടെ ലാ യുഅ്മിനു അഹദുക്കും എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി തുടങ്ങിയില്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളുടെ സഹോദരനും ലഭിക്കുന്നത് വരെ നിങ്ങൾ മുഅ്മിനാവില്ല എന്നാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ആദർശമാണ്. ആ നിർഭയത്വമുള്ള ആദർശം മറ്റുള്ളവർക്ക് കിട്ടണം. അതിനു വേണ്ടിയുള്ള പ്രവർത്തനം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. നന്നാക്കലും നന്നാക്കാതിരിക്കലൊക്കെ റബ്ബിന് വിട്ടുകൊടുക്കുക. മഅദിറത്തൻ ഇലാ റബ്ബി എന്ന് പ്രവാചകന്മാര് പറഞ്ഞല്ലോ. റബ്ബിന്റെ അടുക്കലുള്ള ഒരു ഉഴുതുറ് ബോധിപ്പിക്കുന്നതിന് വേണ്ടി നാളെ എത്തിച്ചു കൊടുത്തോ എന്ന ചോദ്യത്തിന്, ഹൽ ബല്ലഅതുക്കും, നിങ്ങൾ എത്തിച്ചു കൊടുത്തോ എന്ന ചോദ്യത്തിന് ബല്ലഅത്തു റിസാല എന്ന് നമുക്ക് പറയാൻ കഴിയണം. അല്ലാഹുവിന്റെ റസൂലിന്റെ ആ റിസാലത്ത്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ദാനമില്ലാത്തത് ഉണ്ടായത് എന്തിന്റെ പേരിലായിരുന്നു എന്നറിയാം നിങ്ങൾക്ക്? ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം നിർവഹിക്കാതെ പോകുമോ എന്നതിന്റെ പേടിലായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ പേടി. 3 കൊല്ലം കൊണ്ട് അള്ളാഹുവിന്റെ ദൗത്യ നിർവഹണം, അള്ളാഹുവിന്റെ റസൂലിന്റെ ദൗത്യ നിർവഹണം റസൂൽ നിർവഹിച്ചു. അള്ളാഹിന്റെ റസൂൽ ഒരു സമ്മേളനം നടത്തി. ചില ആളുകൾ ചോദിക്കാറുണ്ട് സമ്മേളനം നടത്താനൊക്കെ തെളിവുണ്ടോന്ന്. അള്ളാഹിന്റെ റസൂൽ ഒന്നാമത് നടത്തിയ സമ്മേളനം അത് തൗഹീദിന്റെ സമ്മേളന. സഫാ കുന്നിന്റെ താഴ്വരയിലേക്ക് എല്ലാവരെയും വിളിച്ചു. ആ വിളിച്ചപ്പോ നോട്ടീസ് കൊടുത്തതിൽ നാട്ടുകാരെ മുഴുവൻ വിളിച്ചിട്ട് വീട്ടുകാരെയും കുടുംബക്കാരെയും നബി വിളിക്കാതിരുന്നിട്ടില്ല. നമുക്ക് അവിടെ എന്തോ ഒരു പേടി, അവിടെ നമുക്ക് എന്തോ ഒരു വല്ലാത്ത ആ വിഷയത്തിലുള്ള ഒരു പ്രശ്നം. അത് സയ്യന ലഹുമു ശൈത്വാനു അഅമാലുഹു എന്ന് പറഞ്ഞ മാതിരി ശൈത്താൻ ഓൽക്കിങ്ങനെ അത് ചെയ്യണ്ടട്ടോ, അത് ബന്ധം തകരും, അത് വെറുതെ പ്രശ്നം ഉണ്ടാക്കും. ഇപ്പൊ അനിയനേറ്റ് വലിയ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ എളാപ്പാനേറ്റ് ഉഷാറാണ്, വെറുതെ ബന്ധം തകർക്കണ്ട. ലോകത്ത് കഴിഞ്ഞു ലക്ഷം അമ്പിയാക്കൾ, അവരിലുള്ള മുർസലുകൾ, അവരൊക്കെ പ്രയാസം അനുഭവിച്ചത് അവർക്കൊക്കെ തൗഹീദ് ഉണ്ടായതിന്റെ പേരിലായിരുന്നു. അല്ലേ? അല്ല എന്നുള്ളതാണ് സത്യം. അവർക്ക് തൗഹീദ് ഉണ്ടായതിന്റെ പേരിലല്ല. അവരെന്ന് തൗഹീദിന്റെ പ്രബോധനം തുടങ്ങി അന്ന് മുതലാണ് അവർക്ക് പ്രയാസം അനുഭവിക്കേണ്ടി വന്നത്. അല്ല സാർ, അവിടെ മുതലാണ്. തൗഹീദ് ഉണ്ടായതിന്റെ പേരിലായിരുന്നില്ല. ആ തൗഹീദിന്റെ ദഅവത്ത് എന്ന് തുടങ്ങിയോ? അല്ലാഹുവിന്റെ റസൂലും റസൂലുള്ളാഹിക്ക് മുൻ കഴിഞ്ഞു പോയ അമ്പിയാക്കളുടെ മുഴുവൻ ചരിത്രം നിങ്ങൾ എടുത്തു നോക്കൂ. അവര് തൗഹീദ് പറയാൻ തുടങ്ങിയ അന്ന് മുതൽ അവർക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്.
അതുണ്ടാവുന്നതിനെ ഒരു ചലഞ്ചായി ഏറ്റെടുക്കാനും അതൊരു അഭിമാനമായി കാണാനും അതിൽ സന്തോഷം കൊള്ളാനും നമുക്ക് കഴിയണം. നമ്മുടെ ലക്ഷ്യത, നമ്മൾ അതിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതാണ് അല്ലാഹു തആല. മറ്റുള്ള പലതിനും പല ആൾക്കാരുണ്ട്. അല്ലാഹു തആല നമ്മെ തെരഞ്ഞെടുത്തത് അതിനാണെങ്കിൽ ആ ഉത്തരവാദിത്വം നിർവഹിക്കണം, നമുക്ക് കഴിയണം. അത് നമ്മുടെ ബാധ്യതയാണ്. റഹ്മത്തിന്റെ മലക്കുകൾ ഇങ്ങനെ നമ്മുടെ അരികിലേക്ക് കടന്നു വന്നിട്ട് നിന്നും കൊണ്ടുവന്ന തൂവാലയിൽ ഏറ്റെടുത്തുകൊണ്ട് സ്വർഗത്തിലെ തൂവാലയിൽ സ്വീകരിച്ച് റബ്ബിന്റെ റഹ്മത്തിന്റെ മാലാഖമാർ അതിനെങ്ങനെ കൊണ്ടുപോയി ഇല്ലിയീനിലേക്ക് വരവേൽക്കാൻ മലക്കുകൾ ഉണ്ടായിരിക്കെ ഉയർത്തിക്കൊണ്ടുപോകുന്നത് സ്വപ്നം കണ്ട് ജീവിക്കുന്നവരാ നമ്മള്. അല്ലാഹു തആല നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. ആരാന്നറിയോ നിങ്ങൾക്ക്? സമാധാനമടഞ്ഞ ആത്മാവേ എന്ന് ഒരാത്മാവിന്റെ അടുക്കൽ വന്ന് വിളിക്കണമെങ്കിൽ ആർക്കാ സമാധാനം ഉണ്ടാവുക? എല്ലാ പണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നവർക്ക് വലിയ സമാധാനമായിട്ടിരിക്കും. എന്നതുപോലെ നമ്മെ ഇടമുക്കിലേക്കും എറിയാടിലേക്കും മേത്തലയിലേക്കും അഞ്ചോവിലേക്കും അഞ്ചങ്ങാടിയിലേക്കും മേനോൻ ബസാറിലേക്കും അഴീക്കോടിലേക്കും പേബസാറിലേക്കും അതേപോലെ തന്നെ ചന്തയിലേക്കും അതേപോലെ തന്നെ പത്തായക്കാടിലേക്കും അബ്ദുള്ള റോട്ടിലേക്കും ഒക്കെ നമ്മെ പറഞ്ഞയച്ചത്, നമ്മൾ അവിടുത്തെ ആളാക്കി നമുക്ക് തൗഹീദിന്റെ നൂറ് റബ്ബ് തആല തരുമ്പോ അള്ളാഹ്ക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം അള്ളാഹുവിന്റെ റസൂല് കണ്ട സ്വപ്നമാണ്. ഫല്യുബല്ലിഗ് ഷാഹിദിൽ ഗായിബ്, കിട്ടാത്തവർക്ക് കിട്ടിയവർ ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക. അതിന് അള്ളാഹ് നമ്മെ കാരണക്കാരാക്കിയതാണ്. അവിടത്തെ കാരണക്കാര് നിങ്ങളാണ്. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി. നാളെ റബ്ബിന്റെ മുന്നിൽ കൃത്യമായി ചോദ്യം ചെയ്യപ്പെടും നിങ്ങളുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച്, നമ്മുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച്. അത് നിർവഹിക്കേണ്ടവരാണ് നമ്മൾ. ഞാനിത് വെറുതെ പറയല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ സഹോദരിമാരുടെ ക്യൂ, അവരുടെ ആത്മീയതയെ ചൂഷണം ചെയ്യാൻ ആ ജനത്തിരക്കിന്റെ ഇടയിൽ അന്ന് അവിടെ ഒരു ചർച്ച ഉണ്ടായിരുന്നു. ആ ചർച്ച എന്തായിരുന്നറിയോ? ആ മഖ്ബറയില് ഒരു ഖബറുണ്ട്, ആ ഖബർ ഇന്നാലിന്ന മഹാന്റെ ഖബറാണെന്ന് വെളിപാടുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് നേരത്തെ സഫിയത്ത പറഞ്ഞ ഡെയിലി അണമുറിയാതെ ചന്ദനത്തിരി കത്തിക്കലായിരുന്നു ഈ എടമുക്ക് മഹല്ലിലെ ഖബർസ്ഥാനിലുണ്ടായിരുന്ന ഒരു ഖബർ. ഞാൻ ജ്യേഷ്ഠ സഹോദരനോട് ചോദിച്ചത് അങ്ങനെ വല്ല മഖ്ബറ ഇപ്പൊ അവിടെ ഉണ്ടോന്ന്. അദ്ദേഹം പറഞ്ഞു ഇല്ല എന്ന്. അപ്പൊ അത് ക്ലച്ച് പിടിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. ഓരോന്ന് വരവ് അങ്ങനെയാണ്, ഓരോരോ ജാറും പൊങ്ങൽ അങ്ങനെയായിരുന്നു അന്ന്. അതിനെതിരെ ഞങ്ങൾക്കിടയിൽ, ഞങ്ങളെ അവിടെയുള്ള മൂല്യന്മാർക്കിടയിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്കറിയാമായിരുന്നു ശുദ്ധ തട്ടിപ്പാണ്. ഞങ്ങൾക്കിടയിൽ തന്നെ രണ്ട് വിഭാഗം അതിൽ അന്നുണ്ടായിരുന്നു. പക്ഷേ എന്തോ അത് ക്ലച്ച് പിടിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. അൽഹംദുലില്ലാഹ്, ഒരു വലിയ ഷർറാണ് റബ്ബ് തആല മാറ്റി തന്നത്. അല്ലെങ്കിൽ ഇന്ന് ആ ഖബർസ്ഥാനിൽ ഒരു വലിയ മഖ്ബറ നമ്മൾ കാണുമായിരുന്നു. സ്ഥിരമായിട്ട് ചന്ദനത്തിരിയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, സഹോദരങ്ങളെ, ഇങ്ങനെ ഓരോ രംഗത്തും നമ്മുടെ ആത്മീയതയെ ചൂഷണം ചെയ്യാനുള്ള പുരോഹിതന്മാർ പുതിയ രൂപവും പുതിയ ഭാവവും ഉടലെടുത്തുകൊണ്ട്, നിങ്ങൾ നോക്കണം, 10 കൊല്ലം പള്ളി ദർസിൽ പോയി പഠിച്ച് 2 കൊല്ലം ബിരുദവും അതിനുശേഷം ബിരുദാനന്തര ബിരുദവും എടുത്ത വലിയ പണ്ഡിതന്മാര് തർക്കത്തിലാണ്. എന്താ തർക്കം എന്നറിയോ? ചെറിയ തർക്കമൊന്നുമല്ല, ലോകം നിയന്ത്രിക്കുന്നത് ആരാണ്? ഒരു മസലല്ല തർക്കം. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു വലിയ. ഇപ്പോ തർക്കം കേവലം നാടന്മാരല്ല, ലോകം നിയന്ത്രിക്കുന്നത് ആരാണെന്നുള്ളതാണ് തർക്കം. ഒരു വിഭാഗം പറയുന്നത് അത് കോഴിക്കോടുള്ള ചിറ്റടി മീത്തല്ല അബൂക്കർ സാഹിബാണ്. ലോകം കേവലം ആ കോഴിക്കോട് ജില്ല അല്ലെങ്കിൽ അതിന്റെ പരിസരത്തുള്ള മലപ്പുറം ജില്ലയിലൊന്നും ഒരു ഒതുക്കിയിട്ടില്ല. കേരളത്തിനും വിട്ട് ഇന്ത്യയും വിട്ട് ലോകം തന്നെ നിയന്ത്രിക്കുന്നത് അദ്ദേഹമാണെന്ന് പറയുന്നത് തനി നാടന്മാരല്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആനക്കാനന്റെ വലുപ്പം അറിയില്ല എന്ന് പറഞ്ഞവര്. റബ്ബ് തആല നമുക്ക് തൗഹീദിന്റെ നൂറ് നൽകി ആദരിച്ചില്ലേ? ഇത് ചില്ലറ തൗഫീഖാണോ? അത് റബ്ബ് തആല നമുക്ക് തന്നത് 2 കാരണങ്ങളാ. ഒന്ന് റബ്ബിന്റെ ഹിദായത്ത്, റബ്ബിന്റെ തൗഫീഖ്. മറ്റൊന്ന് നേരത്തെ പറഞ്ഞ നായകന്മാരുടെ പ്രവർത്തനല്ലേ.
അവരെങ്ങാനും അവർക്ക് കിട്ടിയ തൗഹീദും മനസ്സിലാക്കി അൽഹംദുലില്ലാ ഞങ്ങൾക്ക് കിട്ടിയാലോ, ഞങ്ങൾ പ്രശ്നത്തിനൊന്നുമില്ല, നാട്ടിൽ കുഴപ്പമുണ്ടാക്കാനൊന്നും ഞങ്ങളില്ല, നമ്മുടെ തൗഹീദ് അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവാമെന്നെങ്ങാനും നമ്മൾ നേരത്തെ പറഞ്ഞ മുൻഗാമികൾ തീരുമാനിച്ചിരുന്നെങ്കിൽ ഈ കൊടുങ്ങല്ലൂരിന്റെ മണ്ണില്, ഈ നമ്മുടെ മണ്ഡലത്തില് നമുക്ക് തൗഹീദിന്റെ നൂറ് കിട്ടിയവര് വളരെ ചുരുക്കം ഉണ്ടാവുകയില്ലായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ബദറിന്റെ തൊട്ട് തലേ ദിവസം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയല്ലേ, റബ്ബേ നീ എങ്ങാനും ഈ കൊച്ചു സംഘത്തെ നശിപ്പിച്ചാൽ പിന്നെ ഭൂമിയിൽ നിന്നെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, നിന്നെ മാത്രം ആരാധിക്കുന്ന ആളുകൾ ഇവിടെ ഇല്ലാതെ പോകും. റബ്ബ് തആല പ്രാർത്ഥന കേട്ടില്ലേ? റബ്ബിന്റെ സഹായല്ലേ? ഓല 313 ആളുകൾ ഒട്ടിയ വയറും പൊട്ടിയ വാളുമായി ഇറങ്ങിയ 313 ആളുകളുടെ ഒരു പവർ കൊണ്ടായിരുന്നോ ഈ 1000-ഓളം വരുന്ന ആളുകൾ അതിജയിച്ചത്? അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. ഈമാൻ നിങ്ങളിൽ ഉണ്ടെങ്കിൽ, തൗഹീദ് ഉണ്ടെങ്കിൽ എന്റെ ബാധ്യതയാണ് നിങ്ങളെ സഹായിക്കുക എന്നുള്ളത് നിങ്ങൾ മാക്കി നോക്കണ്ട. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. തഖ്വയോടുകൂടെ ഇറങ്ങാൻ നിങ്ങൾ തയ്യാറുണ്ടോ? വിജയം അല്ല ഏറ്റെടുത്തത്, അതിന്റെ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അതിപ്പോ മൗലവിങ്ങൾ ഇപ്പൊ ഈ പറയണമായിരുന്നല്ല, അതൊന്നും ആൾക്കാര് ഉൾക്കൊള്ളണമെന്നില്ല, അതൊന്നും അംഗീകരിക്കൂല, അതൊക്കെ ഇപ്പൊ വെറുതെ പ്രശ്നം ഉണ്ടാക്കലാണ്, കുഴപ്പമുണ്ടാക്കലാണ്. അള്ളാന്റെ ഖുർആൻ അല്ല പറയാ, യജ്അൽ ലഹു മഖ്റജ, മാർഗം അല്ല തുറന്നു തരും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. പേടിയാണോ നിങ്ങൾക്ക് നാട്ടിൽ ഒറ്റപ്പെടുമെന്ന്, മഹല്ലിൽ ഒറ്റപ്പെടുത്തുമെന്ന്, കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുമെന്ന് പേടിയുണ്ടോ നിങ്ങൾക്ക്? വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. നിങ്ങൾ വിചാരിക്കാത്തിടത്ത് കൂടെ അല്ലാഹു തആല നിങ്ങൾക്ക് ഉപജീവനവും അനുഗ്രഹങ്ങളും അല്ലാഹു തആല നിങ്ങൾക്ക് നൽകും. വമൻ യതവക്കൽ അലല്ലാഹ്. അല്ലാഹുവിൽ തവക്കുലാക്കി മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഫഹുവ ഹസ്ബു. അവൻ മതി നിങ്ങൾക്ക്, അല്ലാഹ് മതി നിങ്ങൾക്ക്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. അടിമക്ക് അല്ലാഹ് പോരെ എന്ന ചോദ്യത്തിന് നിർഭയത്വമുള്ള വിശ്വാസി പറയും, ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ. എനിക്ക് എന്റെ റബ്ബ് മതി, ഭരമേൽപ്പിക്കാൻ അവനാണ് ഏറ്റവും ഉത്തമൻ. ആ വിശ്വാസത്തിന്റെ ഒരു പവർ എന്താണെന്നറിയോ നിങ്ങൾക്ക്? അതിന്റെ ഒരു മധുരം എന്താണെന്നറിയോ നിങ്ങൾക്ക്? അത് അനുഭവിച്ചറിയുമ്പോഴേ അറിയുള്ളൂ. അത് അനുഭവിച്ച മുവഹിദുകളാണ് എൻ്റെ മുന്നിലുള്ളത്. അതിന് വല്ലാത്തൊരു മാധുര്യമുണ്ട്. അതിന് അല്ലാഹുവിന്റെ റസൂൽ ഉപയോഗിച്ച പ്രയോഗം ഹലാവത്തുൽ ഈമാൻ എന്നാണ്. ഈമാന്റെ മാധുര്യം എന്നാണ്, ഈമാന്റെ ടേസ്റ്റ്. അതിന് വല്ലാത്തൊരു മധുരമുണ്ട്. അല്ലാഹും അവന്റെ റസൂലുമായിരിക്കണം അവനിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. മിമ്മാ സിവാഹുമാ. അല്ലാഹുവിനും അല്ലാഹുവിന്റെ റസൂലിനും അപ്പുറത്തേക്ക് ആര് എന്തൊക്കെ പറഞ്ഞാലും, മാ ഖാലല്ലാഹു വഖാല റസൂൽ, അല്ലാഹുവും അവന്റെ റസൂലും പറയുന്നതിനപ്പുറത്തേക്ക് ആര് എന്തൊക്കെ പറഞ്ഞാലും അവിടെയൊക്കെ മുത്തുനബി ഞങ്ങളിൽ ഏൽപ്പിച്ച പോയ ഒരു നിർഭയത്വത്തിന്റെ ഒരു ആദർശമുണ്ട്, വിശ്വാസമുണ്ട്. തറക്തുക്കും അലാ മഹജ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹരിഹാ. രാവ് പകല് പോലെ സുവ്യക്തമായ ഒരു പാതയിലാണ് ഉമ്മത്തെ ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത്. ആത്മീയ രംഗത്തും ആചാര രംഗത്തും അനുഷ്ഠാന രംഗത്തും നിങ്ങൾ തപ്പിത്തടയേണ്ടി വരില്ല. ലാ യസ്യൻഹാ ഇല്ലാ ഹാലിക്. സ്വയം നശിക്കാൻ ഒരുങ്ങിയവനല്ലാണ്ട് അതിൽ തപ്പിത്തടയില്ല. അത് തറക്തു ഫീക്കും അംറൈൻ. രണ്ട് കാര്യം ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോവാണ്. ലൻ തദില്ലു. നിങ്ങൾ ഒരിക്കലും വഴിപിഴക്കുകയില്ല. മാ തമസ്സക്തും ബിഹിമാ. അത് രണ്ടും മുറുകെ പിടിക്കുന്നിടത്തോളം കാലം. കിതാബല്ലാഹി വസുന്നത്തി നബിഹി. അത് അല്ലാഹുവിന്റെ ഖുർആനും റസൂലുള്ളാഹിന്റെ സുന്നത്തുമാണ്. അതിന്റെ ഒരു മധുരം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു മധുരമാണ്. ആ മാധുര്യം അത് നുണഞ്ഞവരാണ് നമ്മള്. നുണയാൻ അല്ലാഹു തആല ഭാഗ്യം തന്നവരാണ് നമ്മള്. അല്ലാഹ് നമ്മെ തെരഞ്ഞെടുത്തില്ലേ? അതിന് ഈ കൂട്ടങ്ങളൊക്കെ നമ്മൾ കാണുമ്പോ ഇത്രയൊക്കെ മദീന അറിഞ്ഞിരിക്കല്ല. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബാ. വിനയാന്വിതരായി, അഹങ്കാരികളാവല്ല, വിനയാന്വിതരായി ഇറങ്ങണം. കഴിഞ്ഞിട്ടില്ല. നമ്മളെക്കാൾ ശക്തമാണ് നമ്മുടെ എതിരാളികൾ. ഖുറാഫാത്തിന്റെ, അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ അന്ധവിശ്വാസങ്ങളുടെ ആ കെട്ടുപാടുകളിൽ നിന്ന് ജനങ്ങൾ മുക്തരായിട്ടില്ല.
അവരെ സംരക്ഷിച്ചെടുക്കേണ്ട ബാധ്യത നമുക്കാണ്. തെറ്റിദ്ധാരണകൾ തീർത്തു കൊടുക്കുക എന്ന ഉത്തരവാദിത്തം നമ്മിലാണ് അല്ലാഹു തആല ഏൽപ്പിച്ചത്. അത് ഏൽപ്പിക്കണം, അത് ഏറ്റെടുക്കണം. ഒരു കൺവെൻഷൻ നടത്താൻ, ഒരു പഠന ക്യാമ്പ് നടത്താനും ധാരാളം ചെലവുകളുണ്ട്. ഇൽമിന്റെ കുറവ് നിങ്ങൾക്ക് ആർക്കും ഇല്ല. നിങ്ങളിപ്പോ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടതാണ്, ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ കേട്ടതാണ്. പക്ഷെ കേൾക്കാത്ത ഒരു വിഭാഗത്തിലേക്ക് തിരിച്ചു ചെല്ലുകയാണ് നിങ്ങൾ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കത്തിയോ? കത്തിക്കണോ? നിങ്ങൾ ആരെങ്കിലും ഉറങ്ങുന്നുണ്ടോ? ഇതിന്റെ ഒന്നും നിങ്ങൾ 100 എണ്ണം കേട്ടതിൽ അതൊന്നും കേൾക്കാത്ത ആളുകളിലേക്കാണ്, നിങ്ങളുടെ നാടുകളിലേക്ക് നിങ്ങൾ തിരിച്ചു പോകുന്നത്. നമ്മൾ വലിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, അന്താരാഷ്ട്ര കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, സിംബോസിയങ്ങള്, സെമിനാറുകള്, വിഷയാധിഷ്ഠിതമായ ക്ലാസ്സുകള്, ഇതൊക്കെ നമ്മളിൽ ഒതുങ്ങാണ്. ഈ പങ്കെടുക്കുന്നതും കേൾക്കണതും ഒക്കെ നമ്മളാണ്. ഇതിന്റെ ഒരംശം കേൾക്കാൻ കഴിയാത്ത ആളുകള് നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കിത് കിട്ടിയിട്ടില്ല. മിനിഞ്ഞാന്ന് വെള്ളിയാഴ്ച ഖുത്ബ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ തന്നെ ഒരാള് കടന്നു വന്നിട്ട് അദ്ദേഹം വല്ലാത്ത ഒരു ജിജ്ഞാസയും ഒരു ത്വരയും, അഥവാ എന്തൊക്കെയാണ് റബ്ബേ കേൾക്കുന്നത്, ഇവരെ കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കിയ തെറ്റിദ്ധാരണകൾ മുഴുവനും ഒരു ഭാഗത്ത് അദ്ദേഹത്തിന്റെ അടുക്കല്, അദ്ദേഹത്തിന്റെ മുഖത്ത് ഞാൻ വായിച്ചെടുക്കണം. നമ്മളെ കുറിച്ച് അവരുടെ കുറെ തെറ്റിദ്ധാരണകൾ, തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട മുജാഹിദ് പ്രസ്ഥാനം ഇൻഷാ അല്ലാഹ് വിഷയം അവതരിപ്പിക്കാനുണ്ട്. ഞാൻ അതിലേക്ക് പോവല്ല. ഞാൻ ഉണ്ടായ ഒരു സംഭവമായതുകൊണ്ട് പറയാന്ന് മാത്രം. ഒരു ഭാഗത്ത് അദ്ദേഹത്തിന്റെ മനസ്സിൽ മുഴുവനും കിടന്ന് പതഞ്ഞു പൊങ്ങുന്നത് അതാണ്. പക്ഷെ അള്ളാന്റെ റസൂല് സ്വഹാബത്തൊക്കെ എങ്ങനെയാണോ പറഞ്ഞിരിക്കണെന്നുള്ള ആ ഒരു ആശങ്കയും, എന്നിട്ട് എന്തുകൊണ്ട് കിട്ടിയില്ല? ഏകദേശം അദ്ദേഹത്തിന് ഒരു 55-60 വയസ്സുണ്ടാവും. 60ാമത്തെ വയസ്സിലാണ് അദ്ദേഹം അങ്ങനത്തെ ഒരു വെള്ളിയാഴ്ച അറിയാതെ വന്ന് പെട്ട് ഖുത്ബ കേൾക്കണത് എന്ന് മനസ്സിലായില്ല നിങ്ങൾക്ക്? 60 വയസ്സും കഴിഞ്ഞ് അദ്ദേഹം മരിച്ചു പോകുകയാണെങ്കിൽ, എൻ്റെ നാട്ടുകാരനാണ് അദ്ദേഹമെങ്കിൽ, അദ്ദേഹത്തിന്റെ കാര്യത്തിൽ എന്നോട് അള്ളാഹ് ചോദിക്കൂലേ? നമ്മളെപ്പോഴെങ്കിലും അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്? സഹോദരങ്ങളെ, ചില്ലറൊരു ദൗത്യമല്ല നമ്മെ അല്ലാഹു തആല ഏൽപ്പിച്ചത്. അള്ളാന്റെ റസൂലിന്റെ സ്വഹാബത്ത് നാടും വീടും വിട്ടിറങ്ങിയത് വെറുതല്ല. കൊടുങ്ങല്ലൂരിന്റെ മണ്ണിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. കൊടുങ്ങല്ലൂരിന്റെ മണ്ണിൽ സ്വഹാബാക്കളോ അല്ലെങ്കിൽ താബിഉകളോ ആയ ആളുകൾ വന്നിറങ്ങിയിട്ട് അവർ വെറും കച്ചവടത്തിന് ഒരുങ്ങിയതല്ല. ഇന്ത്യയിലെ 1ാമത്തെ പള്ളി, അതല്ലെങ്കിൽ അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവട്ടെ, ഏതായിരുന്നാലും ആ പള്ളി നിർമ്മിക്കുകയും ഇവിടത്തെ ആളുകൾക്ക് തൗഹീദ് എത്തിച്ചു കൊടുക്കുകയും ചെയ്ത മണ്ണ്, ആ സ്വഹാബത്തിന്റെ പാദം വീണ മണ്ണില് നമ്മെ ആ സ്വഹാബത്തിന്റെ ആദർശത്തിൽ അള്ളാഹ് നമ്മളെ തെരഞ്ഞെടുത്തെങ്കിൽ വേറെ ഒരു നാടുമായിരുന്നില്ല നമ്മുടെ നാട്. ഒരിക്കലും ഈ ഒരു സദസ്സൊന്നും പോരാ നമുക്ക്. നമ്മൾ ഇറങ്ങണം. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, കുടുംബ സംഗമങ്ങൾ, വലിയ സമ്മേളനങ്ങൾ നിങ്ങൾ കുറച്ചു കാലത്തേക്ക് മാറ്റിച്ചാളി. ഇത് നമ്മുടെ ക്ലാസ്സാണല്ലോ, നമുക്ക് പറയാലോ, തുറന്നു പറയാലോ. നിങ്ങൾ സമ്മേളനം നടത്തേണ്ട നമ്മൾ കുറച്ചു കാലത്തേക്ക് ഒന്ന് കുടുംബ സംഗമങ്ങളിലേക്ക്, അതും ഇതുപോലത്തെ പള്ളിയുടെ മുറ്റങ്ങൾ മാത്രമാക്കല്ലേ. ഓഡിറ്റോറിയം, പള്ളിമുറ്റം, നമ്മുടെ പള്ളിമുറ്റമൊക്കെ ഒന്നുകൾ വേണ്ടാന്നല്ല, അതൊക്കെ ചില സന്ദർഭങ്ങളിൽ വേണം. കുടുംബങ്ങളിൽ വെച്ച് ക്ലാസ് നടക്കട്ടെ, വീടിന്റെ മുറ്റത്ത് ക്ലാസ് നടക്കട്ടെ. ഒരു ചായയും ഒരു ബിസ്ക്കറ്റും കൊടുത്താൽ മതി. നിങ്ങൾ ആ അയൽവാസികൾ മാത്രം വന്ന ആകെ 5-10 ആൾക്കാർ വരും. എന്തിനാ കുറേയേറെ? ആ 10ൽ നിന്ന് ഒരൊറ്റ ആൾക്ക് തൗഹീദ് കിട്ടിയാൽ മതി. നിങ്ങളെ വീടിന്റെ മുറ്റത്തൊക്കെ കുടുംബ സംഗമങ്ങൾ നടക്കട്ടെ. നിങ്ങൾ 3-4 വട്ടം വിളിക്കുമ്പോ ഐശിവി വിളിച്ചതാണ്, ഫാത്തിമ വിളിച്ചതാണ്, ഒന്ന് പോയോക്ക്, അല്ലെങ്കിൽ ഓൾക്ക് വെറുപ്പാകും, ഒന്ന് വന്ന് കിട്ടിയാൽ മതി. നമുക്ക് നാളെ റബ്ബിനോട് പറഞ്ഞൂടെ? അല്ലാഹുവിന്റെ റസൂല് വിളിച്ചത് യാ ഫാത്തിമത്തു ബിൻതി, യാ ഫാത്തിമത്തു ഖിത്അത്തു കബ്ദി, യാ അമ്മതി, യാ ഖാലതി, യാ അമ്മി, യബ്ന അമ്മി. എല്ലാരും വിളിച്ചു റസൂലുള്ളാഹ്. ആദ്യം നടത്തിയ കുടുംബ സംഗമം, നാട്ടുകാരെയും വീട്ടുകാരെയും കുടുംബക്കാരെയും ഒക്കെ വിളിച്ചിട്ടാണ് അവരോട് തൗഹീദ് പറഞ്ഞത്.
മരിക്കുന്നതിന്റെ മുമ്പ് ഇൻഷാ അല്ലാ ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചൊരു കുടുംബ സംഗമം നടത്തും. പോവല്ല. അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായി. 20ഓളം ആയത്തുകൾക്കെതിരാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് ഇരു സമസ്തകളും പ്രമേയം പാസാക്കി. നമ്മൾ അവരെ വെല്ലുവിളിച്ചു. 20 വേണ്ട, ഒരൊറ്റ ആയത്ത്. നിങ്ങൾ ആ പ്രഭാഷണം കേട്ടിട്ടുണ്ടായിരിക്കും. ഒരൊറ്റ ആയത്ത് കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഈ സമയം വരെ കൊണ്ടുവന്നിട്ടില്ല. ഇല്ല, ഉണ്ടാവൂല. അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് അള്ളാഹ് ഇല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഒരു തെളിവുണ്ടാവുക? അതുണ്ടാവില്ല ഒരിക്കലും. നമുക്ക് ഇത്ര ആദർശവും ആവേശവും മഹത്വവും ലഭിക്കുന്നതിന്റെ അന്തസത്ത നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? പരിശുദ്ധമായ ഖുർആനിന്റെ മഹത്വമാണ്. അതിന്റെ ആളുകളാക്കി മാറ്റി എന്നുള്ളതാണ്. അള്ളാന്റെ ആളുകളായി അള്ളാഹ് തെരഞ്ഞെടുത്തത് ഹും അഹ്ലുൽ ഖുർആനി അഹ്ലുല്ലാഹി വഖാസത്തുഹു. അവര് ഖുർആനിന്റെ ആളുകളാണ് എന്നുള്ളതാണ്. അള്ളാഹ് തെരഞ്ഞെടുത്ത ആളുകളാണ് എന്നുള്ളതാണ്. കുടുംബ ക്ലാസ് നിങ്ങൾക്ക് നടത്താൻ പറ്റൂലേ? ഖുർആൻ ക്ലാസ്സുകൾ നടക്കട്ടെ. അത് വീടുകളിൽ വെച്ച് നടക്കട്ടെ. ഉമ്മയും ഉപ്പയും അനിയത്തിയും ജ്യേഷ്ഠനും അതോടൊപ്പം തന്നെ ആ കൂട്ടുകാരും തൊട്ടടുത്തുള്ളവരും ഒന്ന് വിളിച്ചിട്ട് ഇസ്തിഖാമകൾ നടക്കട്ടെ. അതിലൂടെ നമുക്ക് പരിശുദ്ധമായ ഇസ്ലാമിന്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞപ്പോ ബാങ്ക് കൊടുത്തു, ശ്രദ്ധിച്ചോ? ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഈ പറയപ്പെടുന്ന ആളുകൾ, നേരത്തെ പറഞ്ഞ മുൻഗാമികൾ ആ ഉത്തരവാദിത്തം നിർവഹിച്ചില്ലായിരുന്നെങ്കിൽ, പക്ഷെ നമ്മുടെ കൈകളിലേക്ക് എത്തിയപ്പോ നമുക്കൊരു അലസതാ മനോഭാവം കടന്നു വന്നിട്ടുണ്ട്. അത് മാറ്റിയെടുക്കണം. നാളെ റബ്ബിന്റെ മുന്നിൽ മറുപടി പറയാൻ നമുക്ക് തെളിവില്ലാതെ വരും. ചില്ലറ അവസ്ഥയിലേക്കൊന്നല്ല ആളുകൾ പോകുന്നത്. ജീവിതത്തിന്റെ ഓരോ ദിവസം തുടങ്ങുമ്പോൾ തന്നെയും പേടിയിലും വെപ്രാളത്തിലുമാണ്. അതുപോലെ തന്നെയുള്ള അന്യമതക്കാരായ ആളുകളുടെ ദേവാലയങ്ങളിൽ പോലും പർദ്ദയും തട്ടവുമിട്ട പെണ്ണുങ്ങൾ, മുസ്ലിം പെണ്ണുങ്ങൾ ആ അന്യ ദേവാലയങ്ങളിൽ പോലും പോയിട്ട് കുമ്പിടുന്ന രംഗം നമ്മൾ കാണുകയാണ്. അവർക്ക് നിർഭയത്വം നഷ്ടപ്പെടുകയാണ്. അവിടെ നമ്മുടെ ഉത്തരവാദിത്തം ചെറുതാണോ? وَإِذَا سَأَلَكَ عِبَادِي أَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي وَلْيُؤْمِنُوا بِي لَعَلَّهُمْ يَرْشُدُونَ. ഇതിനേക്കാൾ മോശമായ ഒരു കാലഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ റസൂൽ കടന്നു വരുന്നത്. കഅബാലയത്തിൽ പോലും 2 വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ആ കഅബാലയത്തിലുള്ള 2 വിഗ്രഹം, ഒന്ന് ഇബ്രാഹിം നബിയുടെയും ഒന്ന് ഇസ്മായിൽ നബിയുടെയുമായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ അവരിലേക്ക് പ്രബോധനം നടത്തുന്നത് നിങ്ങൾ ഇബ്രാഹിമിന്റെ പാത സ്വീകരിക്കണമെന്ന് അള്ളാന്റെ റസൂൽ അവരോട് പറഞ്ഞപ്പോ അവര് പരിഹസിച്ചുകൊണ്ട് നബിയോട് ചോദിച്ചത്, മുഹമ്മദേ എന്താ ഈ പറയണത്? നമ്മൾ പറയാറുണ്ടല്ലോ പലരോട്, നിങ്ങൾ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുമ്പോ ആ സിറാത്തുൽ മുസ്തഖീം ആരാണ്? ഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. സിറാത്തുൽ മുസ്തഖീം അമ്പിയാക്കളുടെ പാതയാണ്, സ്വാലിഹീങ്ങളുടെ പാതയാണ്, സിദ്ദീഖുകളുടെ പാതയാണ്, ശുഹദാക്കളുടെ പാതയാണ്. ഇവര് നമ്മളോട് ചോദിക്കും, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ സിദ്ദീഖുകളും ശുഹദാക്കളും അമ്പിയാക്കളും മഹാന്മാരൊക്കെ ഉണ്ടെന്ന്? ഞങ്ങൾ ആ പാതലിനല്ലേ ഞങ്ങൾ സ്വീകരിക്കണത്. ഞങ്ങൾ ഓലെ വിളിച്ചിട്ട് ഞങ്ങൾ അള്ളാനെ തന്നെ വിളിക്കലുള്ളൂ. ഓല അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കിയത്. ഓല വിളിച്ചിട്ട് ഞങ്ങൾ അള്ളാനെ തന്നെ വിളിക്കലുള്ളൂ. നമ്മൾ അവരോട് പറയുന്നത് സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ ഇവരുടെ പാതയാണ്. പക്ഷെ എന്താണ് മനസ്സിലാക്കുന്നിടത്ത പിഴവ്? ഈ മഹാന്മാര് സ്വീകരിച്ചൊരു പാത, അത് സിറാത്തുൽ മുസ്തഖീം. അവരൊക്കെ അള്ളാനെ വിളിച്ചത്. അള്ളാന്റെ റസൂൽ വന്ന് പറഞ്ഞപ്പോൾ ഇതന്നെ ഒരു പറഞ്ഞത്, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ എന്തെങ്കിലും ജീവിതത്തിന്റെ പ്രശ്നം പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ നേരെ കഅബയിലേക്ക് പോയിട്ട് ഞങ്ങൾ ചെയ്യല്. അവിടെ ഞങ്ങൾ ഇബ്രാഹിം നബിന്റെ ഇസ്മായിൽ നബിന്റെ 2 വിഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ട്. ഓലെ 2 ആളും കയ്യിൽ ഓരോ കൊട്ട ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ആ കൊട്ടയിൽ നിന്ന് ഒരു അമ്പെടുക്കും ഞങ്ങള്. ആ അമ്പിൽ ഇഫ്അൽ, ഇങ്ങനെ സഹമുകള്, അതിൽ ഇഫ്അൽ എന്ന് എഴുതിയതുണ്ടാവും, ലാ തഫ്അൽ എന്ന് എഴുതിയതുണ്ടാവും. ഇഫ്അൽ എന്ന് എഴുതിയ അമ്പാണെങ്കിൽ ഞങ്ങളെ കാര്യമായിട്ട് മുന്നോട്ട് പോകും. ലാ തഫ്അൽ എന്നാണെങ്കിൽ ഞങ്ങൾ ആ പരിപാടി അവിടെ വെച്ച് അവസാനിപ്പിക്കും.
ഇത്രക്ക് ഇബ്രാഹിം നബിനി ഇസ്മായിൽ നബിനി ഞങ്ങളെ ജീവിതത്തോട് ചേർത്തി നിർത്തുന്നവരാ ഞങ്ങള്. ഞങ്ങളോടാണോ ഇബ്രാഹിം നബിന്റെ ഇസ്മായിൽ നബിന്റെ പാത പിൻപറ്റണമെന്ന് മുഹമ്മദ് നീ വന്ന് പറയണത്? പിഴവ് എവിടെ സംഭവിച്ചത്? മനസ്സിലാക്കുന്നിടത്താണ് പിഴവ്. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാ, ആ മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലയായിരുന്നു ഇത്രയും കാലം കേരളത്തിലെ അധിക ആളുകളും വിളിച്ച് തേടിയിരുന്നത്. ഇപ്പോ പല കുത്തുബുകളായി. അന്നൊരു കുത്തുബുൽ അഖ്താബ്, ഒരു കുത്തുബുൽ ആലം ഉണ്ടായിരുന്നുള്ളൂ, അത് മുഹീദ്ദീൻ ശൈഖ് ആയിരുന്നു. ഇപ്പൊ കുത്തുബുൽ ആലമുകളൊക്കെ മാറി മാറി കണ്ടമാനം വരുന്നുണ്ട്. പക്ഷെ ഈ മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാ, അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കൽ പോലും അദ്ദേഹത്തെ വിളിച്ച് പ്രാർത്ഥിക്കാനോ അദ്ദേഹത്തിന്റെ നേർച്ച വഴിപാടുകൾ അർപ്പിക്കാനോ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഒന്നാം നമ്പർ ഒരു മുവഹിദായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഈ ജനങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കൈഫ അൻത തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ എങ്ങനെയാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും? നേരത്തെ പറഞ്ഞതുപോലെ യാ ഉലാം, കുഞ്ഞുമോനെ എന്ന് വിളിച്ചിട്ടാ ചോദിക്കുന്നത്. കൈഫ അൻത തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു? വഫീ ഖൽബിക കം ഇലാഹിൻ, നിന്റെ ഹൃദയത്തിൽ എത്ര ഇലാഹുകളാണ്? കുല്ലു ഷൈഇൻ തഅതമിദു വതസിഖു ബിഹി ദൂനല്ലാഹ്, നിനക്കെന്തെങ്കിലും പ്രശ്നം പ്രയാസം വരുമ്പോ നീ ആരോടൊക്കെ അഭയം തേടുന്നുവോ, ആരിലൊക്കെ നീ ശരണം കണ്ടെത്തുന്നുവോ, വഹുവ സനമുക, അത് നീ നിന്റെ വിഗ്രഹമാണ്, നീ അതിനെ വിഗ്രഹവൽക്കരിക്കലാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ലാ യൻഫഉക തൗഹീദുൽ ലിസാനി മാ ശിർക്കിൽ ഖൽബി, പ്രശ്ന പ്രതിസന്ധി പ്രയാസഘട്ടം വരുമ്പോ നീ എന്ത് ചെയ്യുന്നു? അല്ലാത്തവരെ വിളിച്ച്, ഈ മഹാന്മാരൊക്കെ വിളിച്ച് തേടുന്നു. എന്നിട്ടോ നീ അതൊക്കെ കഴിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് നീ തൗഹീദിന്റെ വചനം ഇങ്ങനെ ഉയർത്തി ധാരാളം ചൊല്ലുകയും ചെയ്യുന്നു. ലാ യൻഫഉക തൗഹീദുൽ ലിസാനി, നിന്റെ നാവ് കൊണ്ട് പറയുന്ന ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വചനം കൊണ്ട് ഒരു ഉപകാരമില്ല. മഅ ശിർക്കിൽ ഖൽബി, നിന്റെ ഹൃദയത്തിൽ ശിർക്കുണ്ട്. ഇതുവരോട് പറഞ്ഞു കൊടുക്കണം, ഈ സഹോദരിമാരോട്, ഈ സഹോദരങ്ങളോട് നമ്മുടെ ഉത്തരവാദിത്തം. ഇത് മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാ പറയാ. എന്നിട്ട് അദ്ദേഹം പറയാ, ഇജ്അൽ ഖൽബക മസ്ജിദൻ, നിന്റെ ഹൃദയം നീ ഒരു പള്ളിയാക്ക്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അല്ലാഹുവോടൊപ്പം ആ പള്ളിയിൽ നീ ഒരാളെയും വിളിച്ച് തേടല്ല. അന്നത്തെ കാലഘട്ടത്തിൽ ഇവിടെയുള്ള പല മിമ്പറുകളിൽ നിന്നും മിമ്പറിൽ കയറി ഇരുന്നിട്ടായിരുന്നു വിളിക്കൽ. യാ ഖാദിരി യാ ഖാദിരി യാ ഖാദിരി യാ ഖാദിരി യാ ശൈഖ് അബ്ദുൽ ഖാദിരി. പള്ളിന്റെ മിഹ്റാബിലും മിമ്പറിലും വെച്ചിട്ടാ വിളിക്കുക. 1000 വട്ടം ഖുത്ബിയത്ത്. ഇപ്പൊ ചുഴലിയുടെ സംസാരം വലിയ വിവാദമൊക്കെ ആയി, വലിയ ഒരു പക്ഷെ അതിന്റെ ഒരു കണ്ടന്റ് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹം ഖുത്ബിയത്തുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്തത്. ഖുത്ബിയത്ത് ആരാന്ന് പറയും? മുഹീദ്ദീൻ ശൈഖിന്റെ പേരിലാണ് ഖുത്ബിയത്ത്. ആ മുഹീദ്ദീൻ ശൈഖിന്റെ വാക്കങ്ങൾ കേട്ടത്. അൽ ഫത്ഹുർ റബ്ബാനി എന്ന അദ്ദേഹത്തിന്റെ സ്വന്തം കിതാബ്, മുഹീദ്ദീൻ ശൈഖിന്റെ കിതാബിൽ അദ്ദേഹം പറഞ്ഞ വാക്കാണ് എന്ത്? ലാ യൻഫഉക തൗഹീദുൽ ലിസാനി മഅ ശിർക്കിൽ ഖൽബി, ശിർക്ക് ഉണ്ടായിക്കൊണ്ടേ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇജ്അൽ ഖൽബക മസ്ജിദൻ, നിന്റെ ഹൃദയം നീ ഒരു പള്ളിയാക്ക്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അല്ലാഹുവോടൊപ്പം നീ ഒരാളെയും വിളിച്ച് തേടല്ലേ. കമാ ഖാല അല്ലാഹു അസ്സ വജല്ല ഫീ ഖുർആനിൽ മജീദ്, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ അല്ലാഹ് പറഞ്ഞതുപോലെ വഅന്നൽ മസാജിദ ലില്ലാഹ് വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, നിശ്ചയം പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്, ആ പള്ളിയിൽ വെച്ച് അല്ലാത്ത ഒരാളെയും വിളിച്ച് തേടല്ല എന്ന് അല്ലാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുഞ്ഞുമോനെ നീ ആ പണി ചെയ്യല്ലേ എന്ന് ആര്? മുഹീദ്ദീൻ ശൈഖ് അദ്ദേഹത്തിന്റെ കൈകൊണ്ട് എഴുതി ഉണ്ടാക്കിയ കിതാബില്. ആ മുഹീദ്ദീൻ ശൈഖ് മരണപ്പെട്ടപ്പോ, നിങ്ങൾ അങ്ങനെയാണോ ശൈഖെ പറഞ്ഞത്? എങ്കിൽ ഞങ്ങളെ തന്നെ ഞങ്ങൾ ആ പള്ളിന്റെ മിഹ്റാബിൽ വെച്ച് 1000 വട്ടം ഞങ്ങൾ വിളിക്കും. ഇസ്ലാമിക് ദഅവാ സെല്ല് എന്ന് പറഞ്ഞിട്ട് അന്നൊരു സംഘടന രൂപീകരിച്ചിരുന്നു ഞങ്ങളിവിടെ, IDC. ആ IDCന്റെ നേതൃത്വത്തിൽ വലിയൊരു പരിപാടി നടന്നു കൊടുങ്ങല്ലൂർ ടൗൺ ഹാളിൽ വെച്ചിട്ട്, ഒരു മുഖാമുഖം. ആ മുഖാമുഖത്തിന്റെ തുടക്കത്തിൽ ഫസ്റ്റ് വന്നിട്ട് ഒരാളൊരു ചോദ്യം ചോദിച്ചു. ആദ്യത്തെ ചോദ്യം ഞാൻ മറക്കൂല. ചോദ്യം എന്താന്ന് വെച്ചാൽ, മുഹീദ്ദീൻ ശൈഖിനെ 1000 വട്ടം വിളിക്കണതിന് എന്താണ് തെളിവ് എന്നാണ് ആദ്യത്തെ ചോദ്യം. മുഖാമുഖത്തിൽ വന്ന ആദ്യത്തെ ചോദ്യം. ആ ആദ്യത്തെ ചോദ്യത്തിന് കൊടുങ്ങല്ലൂർ ടൗൺ ഹാളിൽ നിന്ന് മറുപടി പറഞ്ഞ മറുപടി എന്താന്ന് നിങ്ങൾക്ക്? 1000 വട്ടം എന്നെ വിളിക്കുന്നതിന് എന്താണ് തെളിവ്? അത് തെളിവോ? ആ തെളിവെന്നല്ലേ അത്.
വമയുനാദിസിമി, എന്റെ പേര് ആരെങ്കിലും വിളിച്ചാൽ അൽഫം ബി ഖൽവത്തിഹി, ഒറ്റക്ക് നിന്നുകൊണ്ട് 1000 വട്ടം എന്നെ ആരെങ്കിലും വിളിച്ചാൽ അസ്മം ബി ഹിമ്മത്തിഹി, നല്ല ഹിമ്മത്തോടു കൂടി വിളിക്കണം, ചെറുതായിട്ടൊന്നും വിളിച്ചാ പോരാ. സർമല്ലി ഖഫവത്തിഹി അജബ്തുഹു മുസ്രിഅൻ മിൻ അജ്ലി ദഅവത്തിഹി. ഒരു മഹാവ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ മതത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ തകർക്കുന്നതിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പക്ഷെ എന്താ ഉണ്ടായത്? മൂപ്പര് മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിനെ തന്നെ ദൈവമാക്കി മാറ്റുക ഉണ്ടായത്. വിഗ്രഹാരാധനക്കെതിരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ വിഗ്രഹം ഉണ്ടാക്കി. അതുപോലെയുള്ള അവസ്ഥ എല്ലാ മതത്തിലും കടന്നുകൂടിയിട്ടുണ്ട്. അതാണ് ഇവിടെ കണ്ടത്. അവിടെയാണ് നമ്മുടെ ദൗത്യം. അവിടെ നമ്മുടെ ദൗത്യം നമ്മൾ നിർവഹിച്ചേ പറ്റൂ. മൻ അഹ്യാ സുന്നത്തി, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, മൻ അഹ്യാ സുന്നത്തി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. ഇങ്ങനത്തെ രംഗത്ത് എന്റെ സുന്നത്തിനെ ഹയാത്താക്കണം, അവനാണ് എന്നോട് സ്നേഹമുള്ളവൻ. ഇതാ റബീഉൽ അവ്വൽ പറക്കാൻ പോവാ. നബിന്റെ സ്നേഹം, ആ പ്രവാചകനോടുള്ള സ്നേഹം, ആ സ്നേഹത്തിന്റെ പേരിൽ ആ മുഹമ്മദ് മുസ്തഫ എന്ന് പറയപ്പെടുന്ന ഒരു ബാല മുഹമ്മദിനെ പോലും കുതിരപ്പുറത്ത് കയറ്റിയിട്ട് എന്തായിരുന്നു ശ്രീകൃഷ്ണ ജയന്തിക്ക് നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ ചെയ്തിരുന്നത്? അതിനോട് കടപിടിക്കുമാറ്. ക്രിസ്തുമസിന് ഏത് രീതിയിലായിരുന്നു അവരുടെ ചർച്ചുകളും വീടുകളും അലങ്കരിച്ചിരുന്നത്? അതിനേക്കാൾ മുകളിലായിക്കൊണ്ട് പള്ളികളും നാടുകളും അലങ്കരിക്കാൻ വേണ്ടി പോവുകയാണ്. ഷാഫിഈ മദ്ഹബിന്റെ ആളുകളാണെന്നാണ് അവർ പരിചയപ്പെടുത്തുന്നത്. ഷാഫിഈ മദ്ഹബിൽ അറിയപ്പെട്ട പണ്ഡിതനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറയുന്ന ഒരു വാക്കുണ്ട്, അസ്ലു അമലിൽ മൗലിദി ബിദ്അത്തുൻ. മൗലിദ് കർമ്മത്തിന്റെ അടിസ്ഥാനം തന്നെ ബിദ്അത്താണ്. അഹദസഹാ ബഅദൽ ഖുറൂനി സലാസ. അല്ലാഹുവിന്റെ റസൂൽ സർട്ടിഫൈ ചെയ്ത 3 നൂറ്റാണ്ടിന് ശേഷം കടത്തിക്കൊണ്ടുവന്നതാണ്. ഇബ്നു ഹജർ അൽ അസ്ഖലാനിയുടെ വാക്കാണ്. ഇമാം താജുദ്ദീൻ അൽ ഫാക്കിഹാനി ഷാഫി മദ്ഹബ് മാത്രമല്ല, മാലിക്കി മദ്ഹബിലെ ശൈഖുൽ ഇസ്ലാം എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടാറുള്ളത്. അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത്, ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലൻ ഫീ കിതാബിൻ വലാ സുന്ന. ഖുർആനിലും സുന്നത്തിലും ഈ മൗലിദിന് ഒരടിസ്ഥാനവുമില്ല. വലാ യൻഖുലു അഹദും മിനൽ ഉലമാഇൽ ഉമ്മ. ഈ ഉമ്മത്തിലെ ഒരൊറ്റ ഉലമാക്കളിലും ഇങ്ങനത്തെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. الذين قدوتهم في الدين المتمسكون بآثار المتقدمين. മുത്തഖദ്ദിമീങ്ങളാകുന്ന സലഫു സാലിഹീങ്ങളുടെ ആസാറുകൾ പിൻപറ്റുന്ന ഒരൊറ്റ ഉലമാക്കളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അഹദസഹൽ ബത്താലൂൻ. ചില പൊള്ളവാദികൾ പുതുതായി കൊണ്ടുവന്നതാണിത്. ഇഅ്തനാ ബിഹൽ അക്കാലൂൻ. ചില തീറ്റപ്രിയന്മാരാണ്, തീറ്റക്കൊതിയന്മാരാണ് ഇതുകൊണ്ട് മുതലെടുക്കുന്നത്. ഇതൊരു മുജാഹിദ് നേതാവിന്റെ വാക്കല്ല. മാലിക്കി മദ്ഹബിലെ ശൈഖുൽ ഇസ്ലാം എന്നറിയപ്പെടുന്ന ഇമാം താജുദ്ദീൻ അൽ ഫാക്കിഹാനിയുടെ വാക്കാണ്. എന്നിട്ടും ആളുകളെ ചെയ്യാണ്. അവർക്കതിനെക്കുറിച്ച് അറിവില്ല. അള്ളാന്റെ റസൂൽ വഫാത്തായിട്ട് 1 നൂറ്റാണ്ട് കാലത്തോളം സ്വഹാബത്ത് ഇവിടെ ജീവിച്ചിട്ട് ഒരൊറ്റ സ്വഹാബി ഇവരൊന്ന് ചെയ്യണമായിരുന്നു. എന്റെ സമയം കഴിഞ്ഞ് 4 മിനിറ്റ് ലേറ്റാണ് പോകുന്നത്. ഞാൻ അവസാനിപ്പിക്കാം. നമ്മളൊക്കെ വിശന്നിരിക്കുകയായിരിക്കും, ക്ഷമിക്കണമെന്ന്. അള്ളാഹുവിൻ്റെ റസൂല് വഫാത്തായിട്ട് 1 നൂറ്റാണ്ട് കാലം 1 ലക്ഷത്തോളം സ്വഹാബത്ത് ഇവിടെ ജീവിച്ചു. ഒരു നൂറ്റാണ്ടിൽ 100 റബീഉൽ അവ്വൽ വേണ്ട, ഒരു 10 ഏതായാലും കഴിഞ്ഞില്ലേ? ഒരൊറ്റ റബീഉൽ അവ്വലിൽ അവരിങ്ങനെ വല്ലതും ചെയ്തോ? ആരാ റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത്? ആ നബിയെ ചങ്കിലച്ചോരയായി കരളിന്റെ കഷ്ണമായി കണ്ട സ്വഹാബത്തല്ലേ? ആ സ്വഹാബത്തിന് പരിചയമില്ലാത്തത് ദീനിൽ കടത്തിക്കൂട്ടുന്നു. ലാ തതുറൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. ഈസ ഇബ്നു മറിയമിനെ നസാറാക്കൾ പുകഴ്ത്തിയതുപോലെ, യേശുവിനെ നസാറാക്കൾ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തല്ലേ എന്ന് റസൂലുള്ള കൽപ്പിച്ചപ്പോൾ ആ കൽപ്പനക്ക് നേരെ വിപരീതം, അതിനേക്കാളും ഒരു 10 മടങ്ങ് മേലെ ഇങ്ങനെ അള്ളാഹുവിന്റെ ദീനിനെതിരെ ചെയ്യുന്ന ഒരു ജനത അവര് നമ്മുടെ കൂടെയുണ്ട്. അവർക്കതിനെ തെറ്റിദ്ധാരണ, അവരെക്കുറിച്ച് അവരുടെ ധാരണ നമുക്ക് റസൂലുള്ളാഹിനോട് സ്നേഹമില്ലാത്തവരാണെന്നാണ്.
ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ. ലോകത്തുള്ള സകല ജനങ്ങളെക്കാളും സ്വന്തം ഉമ്മാനെക്കാളും വാപ്പാനേക്കാളും നബിനെ സ്നേഹിക്കാത്തവൻ മുഅ്മിനല്ല. അത് വിശ്വസിക്കുന്നവരാ നമ്മള്. പക്ഷെ ആ റസൂലുള്ളാഹിനെ സ്നേഹിക്കൽ എങ്ങനെയാണ്? മൻ അഹ്യാ സുന്നത്തി, എന്റെ സുന്നത്തിനെ ഹയാത്താക്കിയാൽ വഖദ് അഹബ്ബനി, അവൻ എന്നെ സ്നേഹിച്ചവനാണ്. വമൻ അഹബ്ബനി, അങ്ങനെ ഒരുത്തൻ എന്നെ സ്നേഹിച്ചാൽ കാന മഈ ഫിൽ ജന്ന, അവൻ എന്റെ കൂടെ സ്വർഗ്ഗത്തിലാണ്. ആ ചര്യയോടാണ് സ്നേഹം, ആ വ്യക്തിയോടാണ് സ്നേഹം. ആ റസൂലുള്ളാഹി പഠിപ്പിക്കാത്ത ദീനിൽ കടത്തി കൂട്ടിയിട്ടല്ല സ്നേഹം. സഹോദരങ്ങളെ, ആയതുകൊണ്ട് നമുക്ക് ഈ കിട്ടിയ തൗഹീദിന്റെയും സുന്നത്തിന്റെയും മാധുര്യമുള്ള ആദർശം അത് നമ്മിൽ ഒതുങ്ങാതെ നമ്മുടെ നാട്ടുകാരിലേക്ക്, കൂട്ടുകാരിലേക്ക് എത്തിക്കുക എന്ന ഉത്തരവാദിത്തം നാം നിർവഹിക്കണം, നാം ഏറ്റെടുക്കണം. അതാണ് നമ്മുടെ മുൻഗാമികൾ ചെയ്ത ദൗത്യം. ആ നിർഭയത്വമുള്ള വിശ്വാസം അവർക്കും നൽകിയിട്ട് അവർക്ക് സമാധാനമുണ്ടാവണം. ഉലൈക ലഹുമുൽ അംൻ, ആ നിർഭയത്വം അവർക്ക് ലഭിക്കുമ്പോ വഹും മുഹ്തദൂൻ, അവർ ഹിദായത്തിലേക്ക് വരും, അവർ സന്മാർഗത്തിലേക്ക് കടന്നു വരും. അങ്ങനെ വന്നാൽ ദുനിയാവും സകല വസ്തുക്കളെക്കാളും ഖൈർ നിനക്കും അതാണ് ഉത്തമം. അല്ലാഹു തആല നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല തൗഫീഖും ഇസ്സത്തും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.